വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഈ ഇടയായിട്ട് രാവിലെ എനിക്ക് നല്ല മടിയാട്ടോ. പക്ഷെ നീ കിടന്നുറങ്ങേണ്ട, നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറഞ്ഞുകൊണ്ട് ഷീജാൻ്റെ എന്നെ കൊണ്ടുപോയേക്കുമായിരുന്നു കേട്ടോ. ഷീജാൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി അറിയാം, ഡാൻസ്, പാട്ട്, ജിമ്മ്, യോഗ, മെഡിറ്റേഷൻ, വീണ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ആളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു കലാകാരി ഒളിഞ്ഞിരുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ആളും. ആളുടെ ഒരു ഫ്രണ്ട് പാർവതിയും കൂടി ചേർന്ന് ഇരുന്ന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വരച്ച ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ ഒരു സാധനമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറേ നൊസ്റ്റാൾജിയ ഓർമ്മ വന്നു കേട്ടോ. പണ്ടത്തേക്ക് ഒരു പ്രൈം ഗിഫ്റ്റ് ആയിരുന്നില്ലേ ഇത് കൊടുക്കുന്നത്. എന്തായാലും കൂടെ വന്നതിൻ്റെ സ്നേഹ സമർപ്പണമായിട്ട് ആളെനിക്കൊരു വലിയ ഫലൂടെ വാങ്ങിച്ചു തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഫലൂടെ ഇരുന്ന് തിന്നു. അതിനുശേഷം അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ആള് ഹാപ്പി ആയിരുന്നു, ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഈ ഒരു ഏജിൽ ഷീജാൻ്റെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന അറ്റ് എ ടൈം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ്. എന്തായാലും ആൽബം ഒക്കെ കണ്ടിട്ട് ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് മാത്രം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നത് ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം മാഗിയൊക്കെ വാങ്ങിയിട്ടോ. കുറേ നാൾക്ക് ശേഷം മാഗിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. ക്യാമറ വരണ കണ്ടപ്പോഴത്തേക്ക് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എൻ്റെ ചേട്ടന്മാർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, കൊച്ചിയിലായിരുന്നു വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വർക്ക് കഴിഞ്ഞു. ഡാലുവിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ വരുൺ ബ്രോയും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോന്നു.